മിഠായി തെരുവിൽ മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുന്നില്ല എന്ന് പരാതി. പോലീസ് എയ്ഡ് പോസ്റ്റിന് സമീപത്തുള്ള ട്രാൻസ്ഫോമറിന് താഴെയാണ് മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നത്. പോലീസ് എയ്ഡ് പോസ്റ്റിന് സമീപത്തായി എസ്.കെ. പൊറ്റക്കാടിന്റെ നോവലിലെ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും വരച്ചിട്ടുള്ള മതിലിന്റെ പിറകിലാണ് മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നത്. ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിട്ടുള്ള പ്രദേശത്തെ മാലിന്യങ്ങൾ സംഭരിക്കാനോ സംസ്കരിക്കാനോ കോർപ്പറേഷൻ തയ്യാറാകുന്നില്ല. അധികമാരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത സ്ഥലമായതിനാൽ ആ മാലിന്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ട്രാൻസ്ഫോമറിനടുത്തേക്ക് ആരും പോകാതെയിരിക്കാൻ അങ്ങോട്ടുള്ള വഴി മുൻപ് ഗേറ്റ് ഉപയോഗിച്ച് പൂട്ടിയിരുന്നെങ്കിലും ഇപ്പോൾ എപ്പോഴും തുറന്നിരിക്കുന്ന നിലയിലുമാണ്. വേസ്റ്റിൻ്റെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തിൽ പരാതി കൊടുത്ത്, ഇന്നലെ മേയർ വന്നപ്പോൾ നമ്മളൊരു വാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു, അന്നേരം പരാതി കൊടുത്ത്, എന്നിട്ടൊന്നും ഒരു രക്ഷയില്ല. ഓരോ നെവർ മൈൻഡായിട്ട് പോകും. ഇനി എന്തെങ്കിലും കത്തിയിട്ടൊക്കെ വരണം ട്രാൻസ്ഫോമർ എഴുതാ, അന്നേരം ആണെങ്കിൽ ഇവർക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുള്ളൂ. ഇപ്പം നിങ്ങൾ കൊടുത്താൽ ഇപ്പോൾ നാളെ വന്നിട്ട് വൃത്തിയാക്കും. ഇന്നിപ്പോൾ KCB ഒന്ന് നോക്കിപ്പോയിന്. ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാന്തം വന്നിട്ട് ഇതിന് വന്നിട്ട് അടിക്കുക. ഇതിനൊരു ലോക്ക് പോലും ഇല്ല. ഭയങ്കര ഡേഞ്ചറിലേക്കാണ് പോകുന്നത്. ഭയങ്കര ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറിലേക്കാണ്. ഇവിടെ ആദ്യമൊക്കെ കത്തലുണ്ടായിരുന്നു, ഇപ്പോൾ കത്തലില്ല. ഇപ്പോൾ കത്തിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഉള്ള. മിഠായി തെരുവിലേക്ക് പ്രവേശിക്കുന്ന പലയിടങ്ങളിലും മലിനജലം കെട്ടിക്കിടക്കുന്നുണ്ട്. മിഠായി തെരുവിലെ വ്യാപാരികളിൽ നിന്ന് പല ഇനങ്ങളിലായി വലിയ വരുമാനം കോർപ്പറേഷൻ ലഭിക്കുമ്പോഴും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ കോർപ്പറേഷൻ തയ്യാറാകുന്നില്ലെന്ന ആരോപണം ശക്തമാണ്. ജനം, കോഴിക്കോട്.